ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മക്കൾക്ക് ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗോൾഡ് എടുക്കാൻ ഇവിടെ അൽവത്തൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്ററിലേക്കാണ് പോണത്. ബാക്കി കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, ബാക്കിയൊക്കെ നമുക്ക് വഴിയേ അറിയാം. കാണുന്നതിനാണ് അൽവത്തൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് അധിക ജ്വല്ലറി ഷോപ്പുകളും ഇവിടെയാണ്, ഈ അൽവത്തൻ സെൻറ്ററിലാണ് ഉള്ളത്. ദമാസ്, അതേപോലെ ഒറാർ ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ജോയ ലുക്കാസ്, കല്യാണ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറി ഷോപ്പുകളും ഈ അൽവത്തൻ സെൻറ്ററിലാണുള്ളത്. ഞങ്ങളെപ്പോഴും ഗോൾഡ് എടുക്കൽ കല്യാണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യവും കല്യാണിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെയാണ് കുറച്ചെങ്കിലും മേക്കിംഗ് ചാർജ് കുറവുള്ളത്. ബാക്കി മലബാറിലൊക്കെ ഭയങ്കര മേക്കിംഗ് ചാർജാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കല്യാണം തന്നെയാണ് എടുക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് അരയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നോക്കട്ടെ ഇനി ഏതാ നല്ലത്. മക്കൾക്ക് അരഞ്ഞാണം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡെയിലി റേറ്റ് കൂടുന്നതുകൊണ്ട് പിന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല, വേഗം പോയി അങ്ങ് വാങ്ങി. കുറേ നല്ല നല്ല ഡിസൈൻസ് ഉണ്ടായപ്പോൾ ആകെ കൺഫ്യൂഷനായിപ്പോയി ഏതാ എടുക്കണ്ടേന്ന്. കുറേ കാണുമ്പോഴാണല്ലോ കൺഫ്യൂഷൻ ഉണ്ടാവുക. ഞങ്ങളവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലൂത ഇവിടെ നല്ല കരച്ചിലാണ്. വേഗം ഉപ്പ് അവന് എടുത്ത് നടക്കുന്ന, അവൻ എടുത്ത് നടന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല, അവന് ഹാപ്പിയാണ്. നല്ലൊരു മോഡലാണ്. ഇതാണ് ഞങ്ങളെടുത്ത മക്കൾക്ക് അരയിലേക്ക് എടുത്തത്. രണ്ടുപേർക്കും ഒരേ പൊറുക്കല്ല. അവിടെ മേക്കിംഗ് ചാർജിങ്ങിലൊക്കെ ഇങ്ങനെയുള്ള ഡിസ്കഷനിലാണ്. നദാൽ മൂവ്. ഞാൻ നദാലിനോട് വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ടോ, എനിക്ക് എടുത്തു തരുന്നില്ല. ഈ എന്തെടുത്ത്? ഈ കുന്തെടുത്ത്. റിങ്ങുകള്, റിങ് വേണോ? നീയേ അതുപോലെ തന്നെ നല്ല നെക്ലേസ് കളക്ഷൻ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ അങ്ങനെ ഗോൾഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല. എനിക്ക് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഗോൾഡ് അത്ര ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നല്ല ചോക്കറിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. നല്ല ചോക്കർ സെറ്റ് കാണാം. നമുക്ക് എന്താ വേണ്ടി ഇവിടുന്ന്? ബ്രേസ്ലെറ്റ് എടുക്കണോ? ആ സെൻറ്റർ പീസ് ആയിട്ടുള്ള ആ നെക്ലേസ് ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിതാ കല്യാണത്തിന് സ്വർണ്ണം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ചായ കുടിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു T20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട ഉണ്ട്, അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നത്. എനിക്ക് അവിൽ മിൽക്ക്. ചായ എനിക്കൊരെണ്ണം. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോരെ, അങ്ങോട്ട് പോരട്ടെ. അവിടെ അങ്ങനെ ദാ ഞങ്ങൾക്ക് അവിൽ മിൽക്ക് കിട്ടിയിരിക്കുന്നു. നിന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ സൂക്ക് ഫലയിലെത്തി. ഇവിടുന്ന് ഒരു മെറ്റീരിയൽ വാങ്ങിക്കാനുണ്ട് മക്കൾക്ക്, ഒരു ഡ്രസ്സ് അടിക്കാൻ. ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഇതാ ഇവിടെയാണുള്ളത്. പല പല ഡിസൈൻസിലുള്ള ക്ലോത്തുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്താ ഇത് ഞങ്ങളെപ്പോഴും വരുന്ന ഷോപ്പാണ്. ഹായ്, ഹൗ ആർ യു? ഞങ്ങൾ ഓഫീസിൻ്റെ ആവശ്യത്തിനൊക്കെ എപ്പോഴും വരുന്ന ഷോപ്പാണിത്. അതുകൊണ്ട് അവനക്ക് ഞങ്ങളെ നല്ലോണം അറിയാം.
I need orange that fabric. Do you have? Orange. Yeah, orange color. Okay, तो क्या है? कितना? क्या मानता है पूरा 10 रियाल? नेट कमती करो 5 रियाल नेट 2 मीटर. नेट 5 അങ്ങനെ ഞാൻ 2 മീറ്റർ എടുത്തത്. 2 മീറ്ററിന് ധാരാളമാണ്. ഇതും കൂടെ എടുത്ത് ഞാൻ ഇതും കൂടെ എടുത്ത് ഓഫർ കണ്ടപ്പോൾ ഒരു 3 മീറ്റർ എടുത്ത് കോട്ടൊക്കെ അടിക്കാം വിൻ്ററിനുണ്ട്. ഇതിൽ 3 കളറുകളുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്. എനിക്ക് ആ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതെടുത്ത്. ഗ്രീനും കാണാൻ കൊള്ളാം, പക്ഷേ എനിക്ക് ഗ്രീനൊക്കെ ഉണ്ട്, അപ്പം ഞാൻ അതെടുത്ത്. ഇതും ഏകദേശം ഒരു ഫർ ടൈപ്പ് ആണ്. ഇത് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ഒരു ബ്ലാങ്കറ്റ് പോലെ തോന്നുന്നു, അപ്പോൾ ഞാൻ അതെടുത്തില്ല, ഗ്രീൻ എടുത്ത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ലൂനയും ലീനയും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ പെട്ടെന്ന് വാങ്ങി ഇറങ്ങാനുള്ളത് ആയതുകൊണ്ട് ഉമ്മയും ഉപ്പയും വണ്ടിയിൽ തന്നെ ഇരുന്ന് ഞങ്ങളിതാ കഴിഞ്ഞ് വണ്ടിയിലേക്ക് പോവുകയാണ്. കരയുന്നുണ്ടോ ഒന്നും അറിയില്ല, പോയി നോക്കട്ടെ വേഗം. അങ്ങനെ ഞങ്ങൾ സൂക്ക് ഫാലയിൽ നിന്ന് ക്ലോത്ത് എടുത്തതിന് ശേഷം ഞങ്ങളിതാ സൂക്ക് വാക്കിഫിലേക്കാണ് പോണേ. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്ട്രക്ചറാണ്. ഇതാ ലൂ ഉറങ്ങിപ്പോയി, പക്ഷേ ലീ ഇതാ കണ്ണു തുറന്നിരിക്കുന്നു. ലീ ഇവിടെ പിന്നെ ഒട്ടകങ്ങളുണ്ട്, ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ഇവിടെ, ഒന്നൊന്നും അല്ല. ഒന്നിതാ എന്തോ കഴിക്കുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബസാറുണ്ട്. എന്ത് ബസാറാണത് നമ്മളിപ്പോൾ പോണേ? എന്തോ ഒരു ബസാറാണ് അവിടെ, എന്തോ ഒരു ബസാറുണ്ട്, സെയില്, എന്തോ ഒരു സെയിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവാണ് എന്താണെന്ന്. അങ്ങനെ ഞങ്ങളിതാ ഖത്തറിലുള്ള ഇറാനി സൂക്ക് എത്തി. അവിടെയുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ നമുക്ക് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇതാണ് പിന്നെ ഫനാർ പള്ളി. ഇതാണ് ബസാറ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ. ഞങ്ങൾ ഇതിലിങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടതാണ്, അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് കയറി നോക്കാം, അങ്ങനെ വന്നതാണ്. ഇവിടെ പിന്നെ മൈലാഞ്ചി ഇടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ 10 റിയാൽ കൊടുത്താൽ നമുക്ക് മൈലാഞ്ചി ഇട്ട് തരും. അവർക്കൊരു ബുക്ക് ഉണ്ടാവും, അവർ കുറേ കാണിക്കുന്ന. ഞാനത് കാണിച്ചു തരാം. Can I see your designs? ഓക്കെ, ഇതുപോലത്തെ ഡിസൈൻസ് ഇവർക്കൊരു ആൽബം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവർ ഈ ആൽബത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏത് ഡിസൈനാണ് വേണ്ടതെന്ന്. അത് അവർ ഇട്ട് തരും. അങ്ങനെ ഞങ്ങൾ ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറി. Hi, Baresam. Is it pashmina? Excuse me? Yes, no, ma'am. Kashmiri shawl. Okay. ഏതായാലും ഇത് ലീൻ എടുക്കണം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ നാട്ടിലുള്ള പോലെ എക്സിബിഷൻ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് ഡ്രസ്സിൻ്റെ ഉണ്ട്, പിന്നെ എന്താ കോസ്മെറ്റിക്കിൻ്റെ ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇവരുടെ ഇത് ജലബിയ, ജലബിയ. ഓക്കെ, ഇതാണ് ജലബിയ. ഇവിടുത്തെ ഖത്തറി ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് ജലബിയ എന്ന് പറയുന്നത്. നല്ല കളക്ഷൻ ഉണ്ട് അബായകളിലുണ്ട്. Is this all from 100? No, this one is 300. This one 150. 150 and this is 300. Yes. Okay. ഇതിനൊക്കെ 300 റിയാൽ വരുന്നുണ്ട്. ഇതിന് 150 റിയാൽ മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നോക്കുന്നതാണ്. Okay, no? I'll give you Shayla. Which shop? No.
രസമല്ല എനിക്ക്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നോക്കിയത് എനിക്കിഷ്ടമായിട്ടില്ല. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ്. ഇത് എനിക്കിഷ്ടമായി. നിങ്ങളാ ബ്ലാക്ക് ഇട്ടിട്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഇട്ടില്ലല്ലോ. എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ നിങ്ങൾ? ഒരുപാട് അബായ ഷോപ്പുകളുണ്ട് അവിടെ. എന്താ കുറേ പിന്നെ ജ്വല്ലറി, ഇങ്ങനത്തെ ജ്വല്ലറി ഷോപ്പുകളുണ്ട്. അപ്പോഴേക്ക് ഹീറ്റ് ഉമ്മത എടുത്ത് നടക്കുക. അവന് സ്ട്രോളറിൽ കിടന്നിട്ട് കരയും. നല്ല തിരക്കുണ്ട്, കുറേ ആളുകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പർദ്ദ എടുത്തില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും ഇട്ടിട്ടൊരു ഭംഗി തോന്നുന്നില്ല. ഒരു പഴയ ഒരു ഡിസൈൻ അല്ലതോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. വേറെ അബായ ഷോപ്പ് കയറണം നടക്കാൻ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി എങ്ങോട്ടാ പോണേ? റാണി സൂക്കിലേക്കാ? അങ്ങനെ ഞങ്ങളിതാ റാണി സൂക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ സ്പൈസസ് കിട്ടുന്ന കടകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് പല സ്പൈസസിൻ്റെയും. ഇവരുടെ മജ്ബൂസ് മസാല, അങ്ങനത്തെ ഏലക്ക, അങ്ങനത്തെ ഒരുപാട് സ്പൈസസിൻ്റെ ഭയങ്കര സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ഇതിലെ നടക്കുമ്പോൾ. റോസ് മുട്ട് ഇതാണ് റോസ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. റോസ്റ്റി ഉണ്ടാക്കാനല്ലേ? ഇതൊക്കെ ഓരോ സ്പൈസ്. അതുപോലെ ജാതിക്കയുടെ ഇതെന്തമ്മ? എന്താ പറയുക, ദബ്ബാണ്. ഇതൊക്കെ കുന്തിരിക്കം, ഓരോ മോഡൽ കുന്തിരിക്കം. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഇനി ഇതിലേ നടക്കുമ്പോൾ കാണാൻ കഴിയും. രണ്ട് സൈഡിലും ഇതേപോലെ. അതുപോലെ മൈലാഞ്ചി പൊടികൾ, നല്ല മൈലാഞ്ചിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അവരിവിടെ പോയി, ഓരോരോ മുന്നിൽ പോയി. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നട്ട്സ് വാങ്ങിക്കാൻ കയറിയതാണ്. പലതരം ഹൽവകളാണ്. ഇത് എള്ളിൻ്റെ ഹൽവ, അതേപോലെ ആ കാണുന്നത് റോസിൻ്റെ ഹൽവയാണ്. പലതരം ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്ക് ഇവിടെ വന്നാലും ടേസ്റ്റ് നോക്കാൻ എടുക്കാം. അവിടെ എത്ര പേ ചെയ്താലും നമുക്കിങ്ങനെ മുകളിൽ കയറാം. ഒട്ടകത്തിൻ്റെയും പോണിയുടെ ഒക്കെ മുകളിൽ കയറാം നമുക്ക്. അതേപോലെ ഫാൽക്കനെ പിടിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞതാ. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. ടയേർഡായി. മക്കളൊക്കെ കരച്ചിൽ അടങ്ങി. അവർ ടൈമായി, പാല് പിടിച്ച് കിടക്കുന്ന ടൈമായി. അപ്പം ഞങ്ങൾ വേഗം വീട്ടിൽ പോട്ടെ. ഞങ്ങൾ കുറേ നടന്നു. നേതാൽ കാലവേദന ഉണ്ടോ? കുറച്ച് ശകലം അല്ല, ഉറപ്പാ? അങ്ങനെതാ ഞങ്ങളിതാ വീട്ടിലെത്തി. എല്ലാം കഴിഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. മക്കൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇതാ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ അവർ ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.